പ്രിയ വിദ്യാർത്ഥികളെ, അക്കൗണ്ടൻസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്, റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്ന സമയത്ത് ആ ട്രാൻസാക്ഷനിൽ അടങ്ങിയിട്ടുള്ള ഓരോ അക്കൗണ്ടുകളും എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ റൂളുകളെ ബേസ് ചെയ്തിട്ടാണ്. അസറ്റിനും എക്സ്പെൻസിനും ഒരേ റൂളാണ്. അത് രണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം മൂന്ന് ഗ്രൂപ്പിനും സെയിം റൂളാണ്. ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് ജേണൽ എന്ന് പറയുന്ന ബുക്കാണ്, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തുന്ന ആദ്യത്തെ ബുക്കിനെ പറയുന്ന പേരാണ് ജേണൽ. ദ ബുക്ക് ഇൻ വിച്ച് ദ ട്രാൻസാക്ഷൻസ് ഈസ് റെക്കോർഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഈസ് കാൾഡ് ജേണൽ ഓർ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ദ സോഴ്സ് ഡോക്യുമെന്റ് ഈസ് റിക്വയർഡ് ടു റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേണൽ. ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തണമെങ്കിൽ ആദ്യം എന്ത് തയ്യാറാക്കണം, എന്ത് ശേഖരിക്കണം? സോഴ്സ് ഡോക്യുമെന്റുകൾ ശേഖരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ജേണലുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. ഇറ്റ് ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ആദ്യമായി രേഖപ്പെടുത്തുന്ന ബുക്കാണ്. ദെൻ ബുക്ക് ഓഫ് പ്രൈം എൻട്രി ആൻഡ് ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ക്രോണോലോജിക്കൽ ഓർഡർ. സമയക്രമത്തിനാണ് ട്രാൻസാക്ഷൻസ് ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. ഒരു ചെറിയ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിലെ മുഴുവൻ ട്രാൻസാക്ഷൻസും നമുക്ക് ജേണൽ എന്ന് പറയുന്ന ഒരൊറ്റ ബുക്കിൽ രേഖപ്പെടുത്താൻ കഴിയും. എന്നാൽ ബിസിനസ്സിൻ്റെ വലിപ്പം വർദ്ധിക്കുകയും അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന സമയത്ത് ജേണൽ എന്ന് പറയുന്ന ബുക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് അതിനെ നമ്മൾ പല ബുക്കുകളാക്കി തിരിച്ച് ആ ബുക്കുകളിലൊക്കെ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തേണ്ടി വരും. A small business may be able to record all its transactions in one book only, that is journal. But as the number of transactions becomes large, for quick and efficient recording of business transaction, journal is subdivided into special journals, each meant for recording all the transactions of a similar nature. ഇപ്പോൾ ട്രാൻസാക്ഷൻസിന് എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ ജേണൽ എന്ന് പറയുന്ന ബുക്കിനെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. ആ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്കുകൾ പറയുന്ന പേരാണ് സ്പെഷ്യൽ ജേണൽസ്. ഏതൊക്കെയാണ് സ്പെഷ്യൽ ജേണൽസ് എന്ന് നോക്കാം. ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക് ഓർ സെയിൽസ് ജേണൽ, പർച്ചേസ് റിട്ടേൺ ബുക്ക് ഓർ പർച്ചേസ് റിട്ടേൺ ജേണൽ, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക് ആൻഡ് ജേണൽ പ്രോപ്പർ. സ്പെഷ്യൽ ജേണൽസ് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഇനി വരുന്നൊരു ചാപ്റ്ററിൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ദെൻ എന്താണ് ജേണലൈസിങ് എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേണൽ ഈസ് കാൾഡ് ജേണലൈസിങ്. ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ജേണലൈസിങ്. ദെൻ വാട്ട് ഈസ് ജേണൽ എൻട്രി? ട്രാൻസാക്ഷൻസ് എൻറ്റേർഡ് ഇൻ ദ ജേണൽ ഈസ് കാൾഡ് ജേണൽ എൻട്രി. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ രേഖപ്പെടുത്തിയ ആ റെക്കോർഡിനെയാണ് നമ്മൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി ജേണൽ എന്ന് പറയുന്ന ബുക്കിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 5 കോളങ്ങളാണ് വരുന്നത്. ജേണൽ എന്ന് പറയുന്ന ഹെഡിങ് വരുന്നുണ്ട്. അതിനുശേഷം 5 കോളങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോളം ഡേറ്റ്, ദെൻ പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട്. ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്ന സമയത്ത് ആദ്യം രേഖപ്പെടുത്തേണ്ടത് അതിൻ്റെ ഡേറ്റ് ആണ്. ഇപ്പോൾ ഡേറ്റ് കോളത്തിൽ എന്ത് എഴുതണം? ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ദെൻ സെക്കൻഡ് കോളം പർട്ടിക്കുലേഴ്സ് കോളം. പർട്ടിക്കുലേഴ്സ് കോളത്തിലാണ് ഈ ട്രാൻസാക്ഷനിൽ അടങ്ങിയിരിക്കുന്ന അക്കൗണ്ടുകളുടെ പേരുകൾ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ആദ്യം എഴുതേണ്ടത് ഡെബിറ്റ് അക്കൗണ്ട് ആണ്. ഇപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ ലെഫ്റ്റ് മാർജിനിൽ നിന്ന് തുടങ്ങി ഡെബിറ്റ് അക്കൗണ്ടിൻ്റെ പേരെഴുതണം. ദെൻ ഡെബിറ്റ് അക്കൗണ്ടിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി DR എന്ന ഏറ്റവും റൈറ്റ് സൈഡിലും എഴുതണം. ദെൻ ഇനി ഡെബിറ്റ് എമൗണ്ട് ആണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ അതിനുശേഷം ക്രെഡിറ്റ് അക്കൗണ്ട് രേഖപ്പെടുത്തണം. ക്രെഡിറ്റ് അക്കൗണ്ട് രേഖപ്പെടുത്തേണ്ടത്
മാർജിനിൽ നിന്ന് കുറച്ച് സ്പേസ് വിട്ടാണ് ക്രെഡിറ്റ് അക്കൗണ്ട് രേഖപ്പെടുത്തേണ്ടത്. ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതുന്നതിന് തൊട്ട് മുമ്പായി ടു എന്ന് നമ്മൾ പ്രിഫിക്സ് ചെയ്യണം. ടു ക്രെഡിറ്റ് അക്കൗണ്ട്. ദെൻ ക്രെഡിറ്റ് എമൗണ്ട് എഴുതണം. അതിനുശേഷം ഈ ട്രാൻസാക്ഷൻ്റെ ഒരു ബ്രീഫ് ഡെസ്ക്രിപ്ഷൻ നമ്മൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ രേഖപ്പെടുത്തണം. ആ ബ്രീഫ് ഡെസ്ക്രിപ്ഷനെ പറയുന്ന പേരാണ് നരേഷൻ. ബ്രീഫ് ഡെസ്ക്രിപ്ഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ. ഇപ്പോൾ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ആദ്യം ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ എഴുതണം. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഡെബിറ്റ് അക്കൗണ്ട് എഴുതണം. അതിനുശേഷം ഡെബിറ്റിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി DR എന്ന് എഴുതണം. ദെൻ ഡെബിറ്റ് എമൗണ്ട്. അതിനുശേഷം ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതുന്ന സമയത്ത് കുറച്ച് സ്പേസ് വിട്ട് റൈറ്റ് സൈഡിലേക്ക് മാറി രേഖപ്പെടുത്തണം. അതിനുശേഷം ക്രെഡിറ്റ് എമൗണ്ട് എഴുതണം. ദെൻ അതിനുശേഷം നരേഷൻ, ബ്രീഫ് ഡെസ്ക്രിപ്ഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ രേഖപ്പെടുത്തണം. ദെൻ ഇങ്ങനെ രേഖപ്പെടുത്തിയതിന് ശേഷം ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ എങ്ങോട്ട് മാറ്റി എഴുതണം? ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് മാറ്റി എഴുതണം. അങ്ങനെ മാറ്റി എഴുതുന്ന സമയത്താണ് ലെഡ്ജർ ഫോളിയോ കോളം ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡെബിറ്റ് അക്കൗണ്ടും ക്രെഡിറ്റ് അക്കൗണ്ടും ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് മാറ്റി എഴുതണം. ഇപ്പോൾ ഡെബിറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതുന്ന സമയത്ത് ആ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ പേജ് നമ്പർ ഇവിടെ നോട്ട് ചെയ്യണം. ദെൻ ക്രെഡിറ്റ് അക്കൗണ്ട് മാറ്റി എഴുതുന്ന സമയത്ത് ആ ക്രെഡിറ്റ് അക്കൗണ്ടിൻ്റെ പേജ് നമ്പർ, ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിൽ ക്രെഡിറ്റ് അക്കൗണ്ടിൻ്റെ പേജ് നമ്പറാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടത്. അത് പോസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്താണ് രേഖപ്പെടുത്തേണ്ടത്. ഇനി നമുക്ക് ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ചില ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തി നോക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷനാണ് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹2 lakh. ഒരു ബിസിനസ്സിലേക്ക് ഓണർ 2 ലക്ഷം രൂപ കൊണ്ടുവന്നു. ഈ ട്രാൻസാക്ഷൻ ജേണലിൽ രേഖപ്പെടുത്തുന്നതിന് മുമ്പായി ഈ ട്രാൻസാക്ഷൻ ഏതൊക്കെ അക്കൗണ്ടുകളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഏതൊക്കെ അക്കൗണ്ടുകൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? 2 ലക്ഷം രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിന് ഒരു ഇഫക്റ്റ് വരുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ അതേസമയം ക്യാപിറ്റൽ അക്കൗണ്ടും വർദ്ധിക്കുന്നുണ്ട്. 2 ലക്ഷം രൂപ ആർക്ക് കൊടുക്കാനുണ്ട്? ഓണർക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ 2 അക്കൗണ്ടിലാണ് ഇതിൻ്റെ ഇഫക്റ്റ് വരുന്നത്. ഒന്ന് ക്യാഷ് അക്കൗണ്ട്, മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏത് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അസറ്റ് അക്കൗണ്ടാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ക്യാഷ് കൊണ്ടുവരികയാണ്, ക്യാഷ് ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്യാണ്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കണം. ദെൻ ഏത് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? 2 ലക്ഷം രൂപ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ ക്യാപിറ്റൽ എമൗണ്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് റൂള്? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഈ ട്രാൻസാക്ഷൻ നമുക്ക് ജേണൽ എന്ന് പറയുന്ന ബുക്കിലേക്ക് രേഖപ്പെടുത്താം. അപ്പോൾ ആദ്യം ഡേറ്റ് രേഖപ്പെടുത്തണം. അതിനുശേഷം ഡെബിറ്റ് അക്കൗണ്ടാണ് രേഖപ്പെടുത്തേണ്ടത്. ഡെബിറ്റ് അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ട്. ദെൻ ഡെബിറ്റ് അക്കൗണ്ടിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി DR എന്ന് എഴുതണം. ദെൻ ഡെബിറ്റ് എമൗണ്ട് 2 lakh. അതിനുശേഷം ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതണം. 2 എന്ന് പ്രിഫിക്സ് ചെയ്യണം. ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ ക്രെഡിറ്റ് എമൗണ്ട് എഴുതണം. അതിനുശേഷം നരേഷൻ, ബ്രീഫ് ഡെസ്ക്രിപ്ഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ എവിടെ എഴുതണം? പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതണം. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അതിനുശേഷം ആ പർട്ടിക്കുലേഴ്സ് കോളം മാത്രം നമ്മൾ ക്ലോസ് ചെയ്യണം. ഇങ്ങനെയാണ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ അത് 2 അക്കൗണ്ടുകൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്യാഷ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് അസറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യണം അല്ലേ? ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്ത് ഓണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കൂടുകയാണ്, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാണ്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് ₹1 lakh. 1 ലക്ഷം രൂപ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, 1 ലക്ഷം രൂപ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. ഈ ട്രാൻസാക്ഷനിൽ വരുന്ന 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ആ അക്കൗണ്ടുകളിൽ ഏത് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? 1 ലക്ഷം രൂപ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് ഡിക്രീസ് ചെയ്യും. എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ മാറ്റം വരുന്നുണ്ട്. അസറ്റ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന അസറ്റ് അക്കൗണ്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അസറ്റ് അക്കൗണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കണം? അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ഈ പണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് നമുക്ക് അത്രയും പണം ഇനി കിട്ടാനുണ്ട്. അങ്ങനെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു അസറ്റാണ്. അങ്ങനെ വരുമ്പോൾ ആ ഡെപ്പോസിറ്റ് വർദ്ധിക്കുകയാണ്, അസറ്റ് വർദ്ധിക്കുകയാണ്, ബാങ്കിലെ ബാലൻസ് വർദ്ധിക്കുന്നു. ഇവിടെ 2 അക്കൗണ്ടുകളാണ് വരുന്നത്. ഒന്ന് ക്യാഷ് അറ്റ് ബാങ്ക്, അത് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. രണ്ടും അസറ്റുകളാണ്. ഇൻക്രീസ് ചെയ്യുന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ഏത് അസറ്റാണ് ഇൻക്രീസ് ചെയ്തത്? ബാങ്ക് എന്ന് പറയുന്ന അസറ്റാണ് ഇൻക്രീസ് ചെയ്തത്. ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം. അതേസമയം ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്തു. ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഡിക്രീസ് ചെയ്തു, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ജേണലിലേക്ക് മാറ്റി എഴുതുമ്പോൾ ആദ്യം ഡേറ്റ് എഴുതണം. ദെൻ ബാങ്ക് അക്കൗണ്ടാണ് ഡെബിറ്റ് വരുന്നത്. ദെൻ DR എന്ന് എഴുതണം. ഡെബിറ്റ് എമൗണ്ട് 1 lakh. ദെൻ ക്രെഡിറ്റ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് 1 lakh. ദെൻ അതിൻ്റെ ബ്രീഫ് ഡെസ്ക്രിപ്ഷൻ, ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തേണ്ടത് ഇങ്ങനെയാണ്. ദെൻ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. പർച്ചേസ്ഡ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ഫ്രം റോയൽ ഫർണിച്ചർ ഫോർ ₹50,000. 50,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി വിത്തൗട്ട് പേയിങ് ക്യാഷ്. കടത്തിനാണ് വാങ്ങിയിട്ടുള്ളത്, പണം കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ട്രാൻസാക്ഷനിൽ വരുന്ന സമയത്ത് ഏതൊക്കെ അക്കൗണ്ടുകളെയാണത് അഫക്റ്റ് ചെയ്യുന്നത്? ഒന്ന്, ഫർണിച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫർണിച്ചർ ഇൻക്രീസ് ചെയ്യും. ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം, ഫർണിച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ ക്യാഷ് നമ്മൾ കൊടുക്കുന്നില്ല, പകരം റോയൽ ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ബാധ്യത നമുക്ക് വരും. എത്ര കൊടുക്കാനുണ്ട്? 50,000 രൂപ നമ്മൾ ആർക്ക് കൊടുക്കാനുണ്ട്? റോയൽ ഫർണിച്ചറിന് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു അല്ലേ? റോയൽ ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു പുതിയ ബാധ്യത നമുക്ക് വന്നിട്ടുണ്ട്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ലയബിലിറ്റി ഏതാണ്? റോയൽ ഫർണിച്ചർ അക്കൗണ്ട്. 2 അക്കൗണ്ടുകൾ ഐഡന്റിഫൈ ചെയ്തു. ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്തു, അതിനെ ഡെബിറ്റ് ചെയ്തു. ഒരു ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു, അതിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം ഡേറ്റ് എഴുതണം, അതിനുശേഷം ഡെബിറ്റ് അക്കൗണ്ട്, DR, ഡെബിറ്റ് എമൗണ്ട്, ദെൻ റോയൽ ഫർണിച്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് എമൗണ്ട്, ദെൻ നരേഷൻ, ബോട്ട് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ്. ദെൻ മറ്റൊരു ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മോഹൻ ഫോർ ₹60,000. 60,000 രൂപയുടെ ഗുഡ്സ് മോഹൻ എന്ന് പറയുന്ന സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ 60,000 രൂപയുടെ ഗുഡ്സ് വാങ്ങുമ്പോൾ അത് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ഒരു ചെലവായിട്ടാണ്. ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. അത് രേഖപ്പെടുത്തേണ്ട അക്കൗണ്ടിൻ്റെ പേരാണ് പർച്ചേസ് അക്കൗണ്ട്. ഇപ്പോൾ ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് അതൊരു എക്സ്പെൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. ഏത് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തേണ്ടത്? പർച്ചേസ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ഗുഡ്സ് നമ്മൾ വിൽക്കുകയാണെങ്കിലോ? ഗുഡ്സ് നമ്മൾ കസ്റ്റമർക്ക് വിൽക്കുകയാണെങ്കിൽ അതൊരു റവന്യൂ ആണ്. ആ റവന്യൂ നമ്മൾ പറയുന്ന പേരാണ് സെയിൽസ്. ഇപ്പോൾ ഗുഡ്സ് വിറ്റ് നമുക്ക് കിട്ടുന്ന റവന്യൂ രേഖപ്പെടുത്തേണ്ട അക്കൗണ്ടിൻ്റെ പേര് സെയിൽസ് അക്കൗണ്ട് എന്നാണ്. ഇനി നേരത്തെ സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ട അക്കൗണ്ടാണ് പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ട്. ഇനി നേരത്തെ ഒരു കസ്റ്റമർക്ക് കൊടുത്തിട്ടുള്ള ചില സാധനങ്ങൾ അയാൾ തിരിച്ചിങ്ങോട്ട് തന്നെ തരികയാണെങ്കിൽ, ബിസിനസ്സിലേക്ക് തന്നെ കൊണ്ടുവരികയാണെങ്കിൽ ആ റിട്ടേൺ രേഖപ്പെടുത്തേണ്ട അക്കൗണ്ടിൻ്റെ പേരാണ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. ബിസിനസ്സിൽ വരുന്ന സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് അത് രേഖപ്പെടുത്തേണ്ട അക്കൗണ്ടിൻ്റെ പേരാണ് സ്റ്റോക്ക് അക്കൗണ്ട്. ഇപ്പോൾ ഗുഡ്സ് എന്ന് പറയുന്ന ആ ഐറ്റം അത് വാങ്ങുന്ന സമയത്ത് പർച്ചേസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം, അത് വിൽക്കുന്ന സമയത്ത് സെയിൽസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം. ദെൻ വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ പർച്ചേസ് റിട്ടേൺ. ദെൻ വിറ്റ സാധനങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുകയാണെങ്കിൽ അത് സെയിൽസ് റിട്ടേൺ. ദെൻ വിൽക്കാതെ ബിസിനസ്സിൽ തന്നെ ബാലൻസ് വരുന്ന ആ സ്റ്റോക്കിനെ സ്റ്റോക്ക് അക്കൗണ്ടിലും രേഖപ്പെടുത്തണം. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? ഇവിടെ നമുക്ക് 60,000 രൂപയുടെ എക്സ്പെൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 60,000 രൂപയുടെ എക്സ്പെൻസ് വർദ്ധിച്ചു. 60,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞാൽ 60,000 രൂപയുടെ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു. ഏതാണ് എക്സ്പെൻസ്? പർച്ചേസസ് ആണ് എക്സ്പെൻസ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് ആണ് ഇൻക്രീസ് ചെയ്തത്, എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. അതേസമയം ക്യാഷ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ക്യാഷ് കൊടുത്തിട്ടില്ല.
പകരം നമുക്കൊരു ലാബിലിറ്റി വന്നിട്ടുണ്ട്. എന്താണ് ലാബിലിറ്റി? 60,000 രൂപ മോഹൻ എന്ന് പറയുന്ന സപ്ലയർക്ക് കൊടുക്കാനുണ്ട്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്തു. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് റൂള്? ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. എന്ന് പറയുമ്പോൾ മോഹൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്? ആദ്യം ഡേറ്റ് എഴുതണം, അതിനുശേഷം ഡെബിറ്റ് അക്കൗണ്ട്, പർച്ചേസസ് അക്കൗണ്ട്, ഡെബിറ്റ്, ദെൻ ഡെബിറ്റ് എമൗണ്ട് ടു മോഹൻ അക്കൗണ്ട് 60,000. ദെൻ നരേഷൻ ബോട്ട് ഗുഡ്സ് ഫ്രം മോഹൻ. ദെൻ വേറെ ട്രാൻസാക്ഷൻ നോക്കാം. വേജസ് പെയ്ഡ് ₹2,000. 2,000 രൂപ നമ്മൾ കൂലി കൊടുത്തു. ഇപ്പോൾ വേജസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യാണ്. പേയ്മെൻറ്റ് നടത്തും തോറും എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. വേജസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ദെൻ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഡിക്രീസ് ചെയ്യും. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ആദ്യം ഡേറ്റ് എഴുതണം. ദെൻ വേജസ് അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് 2,000 ടു ക്യാഷ് അക്കൗണ്ട് 2,000. നരേഷൻ പെയ്ഡ് വേജസ്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ഫോർ ₹25,000. 25,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ വിറ്റു. ഇറ്റ് ഈസ് എ റവന്യൂ. ആ റവന്യൂ പറയുന്ന പേരാണ് സെയിൽസ്. ഇപ്പോൾ 25,000 രൂപയുടെ ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ 25,000 രൂപയുടെ റവന്യൂ ഇൻക്രീസ് ചെയ്തു. റവന്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ നമുക്ക് എന്താണ് കിട്ടുന്നത്? ക്യാഷ് കിട്ടുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് എന്ന് പറയുന്ന റവന്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ആദ്യം ഡേറ്റ്, ദെൻ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് 25,000 ടു സെയിൽസ് അക്കൗണ്ട് 25,000. നരേഷൻ ക്യാഷ് സെയിൽസ്. 25,000 രൂപ നമുക്ക് കിട്ടി. ക്യാഷ് ഇൻക്രീസ് ചെയ്തു, അസറ്റ് ഇൻക്രീസ് ചെയ്തു. ആ അസറ്റിനെ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ദെൻ അതൊരു വരുമാനമാണ്. റവന്യൂ ഇൻക്രീസ് ചെയ്തു, സെയിൽസ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്തു, സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ദെൻ മറ്റൊരു ട്രാൻസാക്ഷൻ നോക്കാം. വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ₹4,000. ബാങ്കിൽ നിന്ന് ക്യാഷ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തു. ഇപ്പോൾ ബാങ്ക് ബാലൻസ് കുറയും, ക്യാഷ് ബാലൻസ് ഇൻക്രീസ് ചെയ്യും. രണ്ടും അസറ്റാണ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് അസറ്റാണ്, ക്യാഷ് ഇൻ ഹാൻഡും അസറ്റാണ്. ഏത് അസറ്റാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് ഇൻക്രീസ് ചെയ്തു. അതേസമയം ബാങ്കിലെ ബാലൻസ് ഡിക്രീസ് ചെയ്തു. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്തു, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ആദ്യം ഡേറ്റ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 4,000 ടു ബാങ്ക് അക്കൗണ്ട് 4,000. എന്താണ് നരേഷൻ? വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? ആദ്യം എന്താണ് ജേണൽ? ബിസിനസ്സിലെ ട്രാൻസാക്ഷൻ ആദ്യമായി രേഖപ്പെടുത്തുന്ന ബുക്കാണ് ജേണൽ എന്ന് പറയുന്ന ബുക്ക്. ദെൻ ജേണലൈസിങ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേണൽ. Then what is a journal entry? The transaction recorded in the journal is called journal entry. അതിനുശേഷം ഫോർമാറ്റ് ഓഫ് ജേണൽ. ജേണലിൻ്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട്. അതിനുശേഷം കുറച്ച് ജേണൽ എൻട്രികളും നമ്മൾ രേഖപ്പെടുത്തി. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്ത ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം കൂടുതൽ ജേണൽ എൻട്രികൾ നമുക്ക് എഴുതാം. ഓക്കെ.